ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഡിസ്പേർഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. അപ്പോൾ എന്താണ് എൽ, എന്താണ് എസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് 200, 210, 208, 160, 220, 250. ഓക്കെ, അപ്പോൾ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കുറക്കുക. വെരി സിമ്പിൾ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജസ്റ്റ് ഐറ്റമിൽ നിന്ന് നമ്മൾ സ്മോളസ്റ്റ് ഐറ്റം കുറക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 250 ആണ്. ആൻഡ് വി ഡിഡക്ട് ഏതാണ് സ്മോളസ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് യെസ് 160 ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. അതായത് 250യിൽ നിന്ന് 160 കുറച്ചാൽ 90 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ദ അബ്സല്യൂട്ട് മെഷർ ഓഫ് റേഞ്ച്. ഓക്കെ, ആൻഡ് നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് എൽ മൈനസ് എസ് ആണ്. അപ്പോൾ തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറച്ചാൽ നമുക്ക് ആ റേഞ്ച് കിട്ടും. കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് എൽ മൈനസ് എസ് ഓൾ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. അപ്പോൾ 250 മൈനസ് 160 ഓൾ ഡിവൈഡഡ് ബൈ 250 പ്ലസ് 160. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90/410 കിട്ടും. അഗെയിൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.22. ഓക്കെ, അപ്പോൾ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിങ് ഡിസ്പേർഷൻ. നെക്സ്റ്റ് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ടൈം വളരെ എന്താണ് മിനിമമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് നമ്മൾ എല്ലാ ഒബ്സർവേഷൻസിനും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഹയസ്റ്റ് വാല്യൂവിനും ലോവസ്റ്റ് വാല്യൂവിനും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫ്ലക്ച്വേഷൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റേഞ്ച്.